ഈ തരൂരിനെ അപസ്മാര ദേശീയവാദി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അതിലെത്രത്തോളം അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? പഹൽഗാമിൻ്റെ പശ്ചാത്തലത്തിൽ ആ പുൽവാമയിലുള്ള അത്ര ഉണ്ടായില്ല, ആ ഒരു കനം വെച്ച ഈ പറയുന്ന ഭരണകൂട ഭക്തി ഉണ്ടായില്ല. അതിൻ്റെ കാരണം എന്താ അറിയോ? ആണുങ്ങളുടെ ഇടയിൽ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അതെന്താണ്, എന്ത് വിവേചനമാണ്, അത് പിന്നെ ആണധികാരമാണ് എന്ന് പറയാൻ നമുക്ക് എന്താ അധികാരം? ഈ തരൂരിനെ അപസ്മാര ദേശീയവാദി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അതിലെത്രത്തോളം അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ എപ്പോഴാണ് അതിനെ ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല. മല്ലികാർജുൻ ഖഡ്ഗെയും ശശി തരൂരും തമ്മിൽ കോൺഗ്രസ് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നപ്പോൾ പല ആളുകളും ശശി തരൂരിനെ വിമർശിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ അതിഭയങ്കരമായിട്ട് അദ്ദേഹത്തെ തീരുമാനത്തെ അഭിനന്ദിച്ച ഒരാളാണ്. എന്ന് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ പരാജയപ്പെടുകയും ഖഡ്ഗെ വിജയിക്കുകയും ഖഡ്ഗെ AICC പ്രസിഡന്റ് ആവുകയും ചെയ്തപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, AICC വൈസ് പ്രസിഡന്റായി ശശി തരൂരിനെ നിയമിക്കണമെന്ന്. ശശി തരൂർ അങ്ങനെ ഒരു എന്താണ്, ശശി തരൂർ എന്താ വിരോധമുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ ഈ പെർട്ടിക്കുലർ പ്രയോഗം ഏത് കോൺടെക്സ്റ്റിലാണ് എനിക്ക് ഓർമ്മയില്ല. ഇന്ത്യയിൽ ഒരുതരം ഹിസ്റ്ററിക് നാഷണലിസം ഉണ്ടാക്കാനാണ് BJP പരിശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലൊക്കെ പിന്നെ ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റാത്ത, ഇപ്പോൾ പെഹൽഗാമല്ല, നേരത്തെ പുൽവാമ അറ്റാക്ക് ഉണ്ടാകും. പുൽവാമ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഡസൻ കണക്കിന് സൈനികർ കൊല്ലപ്പെടുന്നു. അത് അവിടെ കശ്മീർ ഭരിക്കുന്നത് കേന്ദ്ര ഭരണത്തിൻ്റെ കീഴിലാണ്, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അവർക്കൊരു ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല. അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള വീഴ്ച അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അതേക്കുറിച്ചൊരു ചോദ്യവും ചോദിക്കാൻ പറ്റുന്നില്ല. എന്താണ് ചോദിക്കുന്നത് രാജ്യദ്രോഹമാകും എന്നുള്ളൊരവസ്ഥ വരികയാണ്. ആരും ഒന്നും ചോദിച്ചില്ല, ഒന്നും വേണ്ടിയില്ല. നേരെ മറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് 2004 മുതലുള്ള ആ കാലഘട്ടത്തിൽ നിരവധി സ്ഫോടനങ്ങൾ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഇതേ നരേന്ദ്രമോദി എന്താ പ്രസംഗിച്ച് നടന്നത്? അന്ന് ഈ പറയുന്ന ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സംസാരിച്ചാൽ അത് രാജ്യദ്രോഹമായിട്ടല്ല. അന്ന് നരേന്ദ്രമോദി നഗരങ്ങൾ തോറും പ്രസംഗിച്ച് നടന്നത് അതിർത്തികൾ നിങ്ങളുടെ കയ്യിലല്ലേ, നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ നിങ്ങളുടെ കയ്യിലല്ലേ, നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? കടൽ നിങ്ങളുടെ കയ്യിലല്ലേ, നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? RBI ബാങ്കിങ് സംവിധാനം നിങ്ങളുടെ കയ്യിലല്ലേ, ഈ തീവ്രവാദികൾ പണം കൈമാറുമ്പോൾ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന് പ്രസംഗിച്ചാണെന്ന ആളാണ്. അപ്പോൾ പുൽവാമ അതിൽ ഭയങ്കരമായൊരു പാരഡോക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ഒരു ഭരണകൂടം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗോവിന്ദചാമി ജയിൽ ചാടും. ഗോവിന്ദചാമി ജയിൽ ചാടുമ്പോൾ ആരാണ് അതിൻ്റെ പേരിൽ വിമർശിക്കപ്പെടുന്നത്? സർക്കാരാണ് വിമർശിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? സർക്കാരിൻ്റെ ഒരു വീഴ്ച, സർക്കാരിൻ്റെ ഒരു പോളിസി വീഴ്ചയൊന്നുമല്ല, ഒരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് ആണ്. പക്ഷെ എന്നാലും സർക്കാർ വിമർശിക്കപ്പെടും. വിമർശിക്കുന്നത് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. യെസ്. അപ്പോൾ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകളുടെ പേരിൽ അവർ വിമർശിക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ പുൽവാമയിൽ അതിഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത്. പക്ഷെ ഒരാളും സർക്കാരിനെ വിമർശിക്കുകയല്ല ചെയ്യുന്നത്, സർക്കാരിൻ്റെ കൂടെ റാലി ചെയ്യുകയാണ് ചെയ്യുന്നത്. സർക്കാരിനെ എങ്ങാനും ആരെങ്കിലും വിമർശിച്ചാൽ അവൻ രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തപ്പെടുകയാണ്. ഇതുതന്നെയാണ് പഹൽഗാമിൻ്റെ പശ്ചാത്തലത്തിൽ ആ പുൽവാമയിലുള്ള അത്ര ഉണ്ടായില്ല, ആ ഒരു കനം വെച്ച ഈ പറയുന്ന ഭരണകൂട ഭക്തി ഉണ്ടായില്ല. അതിൻ്റെ കാരണം എന്താ അറിയോ? പുൽവാമയെക്കുറിച്ച് അവരുടെ ക്യാമ്പിൽ തന്നെയുള്ള ആൾ പിന്നീട് വെട്ടിത്തുറന്ന് സംസാരിച്ചു. ആര്? സത്യപാൽ മലിക്, അന്ന് ഗവർണറായിരുന്ന ആൾ, BJPയുടെ ദേശീയ നേതാവായിരുന്ന ആൾ. അന്ന് മോഡിയെ വിളിച്ചപ്പോൾ എന്താണ് ഉണ്ടായ റെസ്പോൺസ്? അമിത്ഷായെ വിളിച്ചപ്പോൾ ഉണ്ടായ റെസ്പോൺസ് എന്താണ്? സർക്കാർ എങ്ങനെയാണ് അത് ഡീൽ ചെയ്തത്? ഞാൻ ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അവർ ഇവർക്ക് വിമാനം അയച്ചു കൊടുക്കണം, നോക്കൂ ഇവർ റോട്ടിൽ കൂടി കൊണ്ടുപോയിട്ടാണ് അപകടം, ഇവർക്ക് വിമാനം അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പം എന്തായിരുന്നു സർക്കാരിൻ്റെ പ്രതികരണം എന്നതിനെക്കുറിച്ചൊക്കെ അവരുടെ ക്യാമ്പിൽ തന്നെ പെട്ട ഒരാൾ തുറന്നു പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം പലതും പറയുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അയോധ്യ പോലെ ഗോത്ര പോലെ ഒന്ന് സംഭവിച്ചേക്കാമെന്നൊക്കെ അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കനം വെച്ച് നിന്ന ഒരു സംഗതിയുണ്ട്, ബ്രേക്ക് ചെയ്തിരുന്നു പഹൽഗാം വരുമ്പോഴേക്ക്. അപ്പോൾ പഹൽഗാം സംഭവിച്ചപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും ആളുകൾ ചോദ്യം ചോദിച്ചു. രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി, സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചോദിച്ചു തുടങ്ങി. എങ്ങനെ ഇവന്മാർ ഇവിടം വരെ എത്തി? നോക്കൂ, ഇത്രയും ടൂറിസ്റ്റുകൾ തമ്പടിക്കുന്നൊരു പ്രദേശത്ത് എന്തുകൊണ്ട് ഒരു സുരക്ഷാ സംവിധാനം ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ എന്താണ് ഗവൺമെൻറ് അതിനെ എങ്ങനെയാണ് മറികടക്കാൻ ശ്രമിക്കുന്നത്? ഈ പറഞ്ഞ ഈ പാട്രിയോട്ടിക് അല്ലെങ്കിൽ ഈ ഹിസ്റ്റീരിക് നാഷണലിസത്തിൻ്റെ സംഗതികൾ വെച്ച്
മറികടക്കാൻ, അതിനെ മറച്ചു പിടിക്കാൻ, പൊതിഞ്ഞു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ പൊതിഞ്ഞു വെക്കൽ പദ്ധതിയുടെ ഒപ്പം നിന്നു ശശി തരൂർ. വിമർശിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ സംഗതിയുള്ള കവചമൊരുക്കുക എന്ന് പറയുന്നത്, അതിനെയാണ് ഞാൻ വിമർശിച്ചിട്ടുണ്ടാവുക. ഈ പെർട്ടിക്കുലർ ഹിസ്റ്റീരിക് നാഷണലിസം എന്നുള്ളത് അതാണ് എപ്പോഴും ഈ പറയുന്ന അതിദേശീയവാദികൾ അവരുടെ എല്ലാ അരുതായ്മകളും. പാട്രിയോട്ടിസം ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദ സ്കൗണ്ട്രൽ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. ആ പ്രയോഗം നടത്തിയ ആളുടെ പേരെനിക്ക് ഓർമ്മയില്ല. ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് രാജ്യസ്നേഹം. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഏതോ ഒരു ബുദ്ധിജീവി പറഞ്ഞാണ്. ആ ബുദ്ധിജീവിയുടെ പേരെനിക്ക് ഓർമ്മയില്ല. എനിവേ, പാട്രിയോട്ടിസം എന്ന് പറയുന്നത്, നാഷണലിസം എന്ന് പറയുന്നത് അരുതായ്മകളെ മറച്ചു വെക്കാനുള്ള ഉപാധിയായിട്ട് എല്ലാ കാലത്തും ഭരണകൂടങ്ങൾ ഉപയോഗിച്ചതാണ്. അതുതന്നെയാണ് ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ, ഈ മോദി സർക്കാർ ഉപയോഗിക്കുന്നത്. ആ ഒരു സംഗതിയെ ബ്രേക്ക് ചെയ്ത സമയത്ത് കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അതിനെ ബ്രേക്ക് ചെയ്ത്, പതുക്കെയാണെങ്കിലും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെയും അട്ടിമറിക്കുന്ന സ്വഭാവത്തിൽ ഇടപെടലാണ് ശശി തരൂരിൻ്റെ ഭാഗത്തുണ്ടായത്. അത് വിമർശനാത്മകമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ദളിത് വിഷയത്തിൽ മീഡിയ വൺ സ്വീകരിക്കുന്ന സമീപനമൊക്കെ നമ്മൾ പലപ്പോഴും ദളിത് വിഷയം, ഈ പറഞ്ഞ പോലെ ജനകീയ സമരങ്ങൾ, ഇതിലൊക്കെ നമുക്ക് കൃത്യമായി ഈ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ മീഡിയ വൺ അത് കൈകാര്യം ചെയ്തിരുന്നത്, അത്തരം കാര്യങ്ങൾക്കൊക്കെ കുറേയൊക്കെ എങ്കിലും ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ താങ്കൾ കഴിഞ്ഞ ദിവസമല്ല, കുറേ നാൾ മുമ്പ് യൂട്യൂബിൽ ഒരു പ്രസംഗം അവൈലബിൾ ആണ്. ഈ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വേളയിൽ പറയുകയാണ്, അതായത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിന് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് പറയുന്നത് അത് സത്യമാണ്, ഞാൻ അതിനെ നിരസിക്കുന്നൊന്നുമില്ല. അതിനോടൊപ്പം ചേർത്ത് പറയുന്നൊരു വാക്കാണ്, അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ കൃത്യമായ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ കാണിക്കാനില്ല എന്ന് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു എന്നുള്ളത്. അത്തരത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഒരു കേരളത്തിലെ ദളിത് ബുദ്ധിജീവി? എനിക്ക് ഏതാണ്ട് എല്ലാ ദളിത് ഇൻ്റലക്ച്വൽസിൽ വളരെ അടുത്ത പേഴ്സണൽ ബന്ധമുള്ള ആളാണ്. അപ്പോൾ അവരുടെ, പ്രത്യേകിച്ച് എനിക്കൊന്ന് സലീം, അടുത്ത് മരിച്ചുപോയ സലീം കുമാറാണ് അത് സംബന്ധമായിട്ടുള്ള ആലോചനകൾ അല്ലെങ്കിൽ എഴുത്തുകൾ ധാരാളമായി നടത്തിയ ഒരാൾ. അപ്പോൾ ദളിത് സമുദായവൽക്കരണം എന്ന് പറയുന്ന ഒരു ആശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മനസ്സിലായില്ലേ? ദളിത് സമുദായവൽക്കരണം, ദളിതുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് അവർ കാണുന്ന അവരുടെ ഒരു നിഗമനം, ഒരു ദളിത് കമ്മ്യൂണിറ്റി ഫോർമേഷൻ, ദളിത് സമുദായവൽക്കരണം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമുദായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവണം സ്വന്തമായിട്ടുള്ള റിച്വൽസ്, ആചാരനിഷ്ഠകൾ. ഇപ്പം ഒരു മരണത്തിൻ്റെ സന്ദർഭമാകാം, വിവാഹത്തിൻ്റെ സന്ദർഭമാകാം, അല്ലെങ്കിൽ മറ്റു പല അങ്ങനെ വൈയക്തികമോ കുടുംബപരമായിട്ടുള്ള പല സവിശേഷ സന്ദർഭങ്ങളുണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്തെടുക്കും എന്നതിനെക്കുറിച്ച് ആലോചനയിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവർ തന്നെ വിമർശിക്കുന്ന ഈ സവർണ ആചാരങ്ങൾ കടമെടുക്കേണ്ടി വരുന്നു എന്ന്, ഇത് എൻ്റെ ഇതല്ല, ഈ ദളിത് ഇൻ്റലക്ച്വലായിട്ടുള്ള ആളുകൾ എന്നോട് പങ്കുവെച്ച സംഗതിയാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ അവർക്കിടയിൽ ഇപ്പോൾ വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബൗദ്ധ രീതികൾ സ്വീകരിക്കുകയാണ് അവർ പലരും ചെയ്യുന്നത്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. പിന്നെ 1-2 ദളിത് സുഹൃത്തുക്കളുടെ ബന്ധുക്കൾ മരിച്ചപ്പോൾ അവിടെ ഈ ബുദ്ധ സെയിൻസ്, ബുദ്ധ സന്യാസിമാർ വന്നിട്ടാണ് അവരുടെ ചടങ്ങുകൾ ചെയ്യുന്നത്. അപ്പോൾ ബൗദ്ധ പാരമ്പര്യം സ്വീകരിക്കുക എന്നത് ചില ആളുകൾ, അത് ഭയങ്കര പോപ്പുലറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഈ ഇൻ്റലക്ച്വൽ ലെവലുള്ള ആളുകൾക്കിടയിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സ്വന്തമായ അത്തരം ആചാര സമ്പ്രദായങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കൂടെ എന്താണ്, ഈ സമുദായവൽക്കരണം ശക്തിപ്പെടുത്താൻ, അത് സാധ്യമാക്കാൻ ആവശ്യമാണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് മൈ പോയിന്റ്. ഇത് ഈ പറയുന്ന ദളിത് ഇന്റലക്ച്വൽസിനിടയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ദളിത് ഇന്റലക്ച്വൽസിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്, ദളിത് സമൂഹത്തിൽ അവർക്ക് സ്വത്വബോധമുണ്ട്, അവർക്ക് അത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഞാനത് നിഷേധിക്കുന്നില്ല, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ എന്നോട്. കാരണം മരണത്തിലായാലും ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. അതായത് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ദളിത് വിഭാഗത്തിൽ ഇപ്പൊ പുലിയ സമുദായം എടുക്കാം. പുലിയ സമുദായത്തിന്റെ ഒരു കോറിൽ പോയി കഴിഞ്ഞാൽ അവരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാക്കളെ വിളിച്ച് ഈ കുടിയിരുത്തുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവരുടെ ദൈവം എന്ന് പറയുന്നത് പിന്നീട് അവർ ആരാധിക്കുന്നത് നമ്മൾ കാണുന്ന ഇപ്പോൾ ഉള്ള ബ്രാഹ്മണിക്കൽ രീതിയിലേക്കുള്ള മാറ്റമല്ല ഞാൻ പറയുന്നത്, അതിന് മുമ്പുള്ള അവരുടെ ഒരു ആചാര രീതിയാണ്.
ഇവിടെ ഈ എന്താ പറയുക പൂർവികരെ ആരാധിച്ചുകൊണ്ടാണ് പിന്നീട് അവരുടെ മുന്നോട്ടുള്ള ജീവിതം പോകുന്നത്. അത് ഒരു കല്ലിലേക്കായിരിക്കാം അവർ ആവാഹിക്കുന്നുണ്ടാവുക. അത്തരത്തിൽ ഇപ്പം തെക്കൻ ഭാഗങ്ങൾ, കേരളത്തിലെ തെക്കൻ ഭാഗങ്ങളിൽ പോയാലും വടക്കൻ ഭാഗങ്ങളിൽ പോയാലും ഇതൊരു സംവിധാനമായിട്ട് നിലനിൽക്കുന്നു എന്നാണ് എൻ്റെ അനുഭവ പരിജ്ഞാനത്തിലുള്ള കാര്യമാണ്. പഴയ സമുദായത്തിലും ഇത്തരത്തിനോട് സമാനമായിട്ടുള്ള കാര്യം. ആദിവാസി വിഭാഗങ്ങളിൽ വേറെ തന്നെ ഒരുപാട് തരത്തിലുള്ള അവരുടെ വിവാഹവും നമുക്കറിയാലോ, അവരുടെ വിവാഹവും മരണവും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ ദളിത് സമൂഹത്തെ മുഴുവൻ നമ്മൾ പറയുമ്പോൾ അവർക്ക് അവരുടേതായ പിന്നീട് ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ടു, അതിനകത്ത് കടന്നുകയറ്റം ഉണ്ടായി എന്നുള്ളതൊരു വാസ്തവമാണ്. അത് ഞാൻ നിരസിക്കുന്നേ ഇല്ല, എവിടെയും നിരസിക്കുന്നില്ല. പക്ഷെ അവർക്ക് തനതായ ഒരു ആചാരം ഇല്ല എന്ന് നമുക്ക് അതിനെ ഖണ്ഡിച്ച് പറയാൻ. എനിക്കതിൽ അങ്ങനെ ഒന്നാമത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നോടൊരു ദളിത് ബുദ്ധിജീവി പറഞ്ഞ സംഗതി ഞാൻ പങ്കുവെക്കുകയാണ് ചെയ്തത്. എനിക്കതിൽ തർക്കിക്കാനുള്ള ശേഷി എനിക്കില്ല, അതിനുള്ള വിവരം എൻ്റെ അടുത്തില്ല. പക്ഷേ ഇത് പല ആളുകളും, ഒരാളല്ല പല ആളുകൾ ഈ പറയുന്ന ദലിത് ജീവിതങ്ങളിലേക്ക്, അവരുടെ കുടുംബ വൈയക്തിക ജീവിതങ്ങളിലേക്ക്, അവരുടെ ഇത്തരം സവിശേഷ സന്ദർഭങ്ങളിലേക്ക് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ രീതികൾ, സവർണ രീതികൾ അത് കടമെടുക്കേണ്ടി വരുന്നു, അത് സ്വീകരിക്കേണ്ടി വരുന്നു. അത് പതുക്കെ പതുക്കെയാണെങ്കിലും കടന്നു വരുന്നു എന്നുള്ള ഒരു വിമർശനം അവർക്കകത്തുണ്ട്. ആ വിമർശനത്തെക്കുറിച്ചാണ് അവർക്കകത്ത് തന്നെ നടക്കുന്ന ഇല്ലാത്തത് കൊണ്ടല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വന്തമായ ആചാരാനുഷ്ഠാനങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നത്. കാലഘട്ടത്തിന്റെ മാറ്റമായിട്ട് പലതരത്തിലുള്ള സാമൂഹ്യ പശ്ചാത്തലം കൊണ്ട് വരുന്ന ഒരു മാറ്റമാണത്. അതിനപ്പുറത്തേക്ക് അവർക്കത് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്, പല ആളുകൾ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം PJ വിൻസെൻ്റ് ആണെന്ന് തോന്നുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മാസികയുണ്ട്, അതിനകത്താണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഈ പറയുന്ന കേരളത്തിൽ മതപരിവർത്തനമല്ല ദൈവപരിവർത്തനമാണ് നടക്കുന്നത് എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നു. വേറെ പല ആളുകൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വെക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ആതിര പറഞ്ഞവർ ഇവരുടെ ആദിവാസികളുടെ ദൈവങ്ങൾ, അവരുടെ കുലദൈവങ്ങൾ, അതേപോലെ ഈ പല ദലിത് വിഭാഗങ്ങളുടെ ദൈവങ്ങൾ, ദൈവസങ്കല്പങ്ങൾ, അതിനെ ബ്രാഹ്മണ്യത്തിൻ്റെ ചിട്ടയിലേക്ക്, അതിൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ മതപരിവർത്തനത്തെക്കാൾ വ്യാപകമായി ദൈവപരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരാശയം കൂടെ ഇവർ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ അത് അവർ പങ്കുവെച്ചൊരാശയം റിഫ്ലക്ട് ചെയ്തു. ഇത് എൻ്റെ സ്വന്തമായ ഒരു കണ്ടെത്തലോ അല്ല. പക്ഷെ ഞാൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർ ഒരു രീതിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ പറയുന്ന ഒരു പരാമർശമാണ്. ഇപ്പൊ ഞാൻ എന്നെ പോലെ അല്ലല്ല, ഒരിക്കലല്ല. ഞാനത് ആദ്യമേ എടുത്തു പറഞ്ഞല്ലോ, എങ്ങനെയാണ് താങ്കൾ അതിനെ അവതരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. നമ്മൾ ഒരാള് ഏറ്റു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടാവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വലിയൊരു പൊളിറ്റിക്കൽ സാധനമാണ് അവിടെ വെച്ചിട്ട് പോയിരിക്കുന്നത്. നാളെയും ഇത് ആളുകൾ കേൾക്കാം, ഞാനല്ലെങ്കിൽ വേറൊരു തലമുറ ഇത് ചോദിച്ചിരിക്കാം. അതുകൊണ്ടാണ് അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഞാൻ. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പ്രയോഗം, അതിൽ വലിയ സംവാദത്തിനൊക്കെ താങ്കൾ പോയിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു സമീപകാലങ്ങളിൽ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പ്രയോഗം അസാധുവാണ് എന്നൊരു പ്രയോഗം താങ്കളെ നടത്തുകയുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? ഒന്നാമത് ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ ആധുനികമായിട്ടുള്ളൊരു പ്രയോഗമാണ്. എനിക്ക് തോന്നുന്നു ഈ വെസ്റ്റേൺ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളോ ഇൻ്റലക്ച്വൽസോ ഒക്കെയാണ് അത് കോയിൻ ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം, കൾച്ചറൽ ഇസ്ലാം, സൂഫി ഇസ്ലാം, സ്പിരിച്വൽ ഇസ്ലാം എന്നിങ്ങനെയൊക്കെ പല സ്വഭാവത്തിലുള്ള, അത് സാധ്യമല്ല ശരി. എന്നുവെച്ചാൽ ഒരാൾ ഇസ്ലാം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പറയുന്നത് അത് സർവാശ്ലേഷിയായിട്ടുള്ളൊരു ദർശനമാണ്. അത് പൊളിറ്റിക്സ് വേറെ, സ്പിരിച്വാലിറ്റി വേറെ, അല്ലെങ്കിൽ കൾച്ചർ വേറെ, ഇങ്ങനെയല്ല. ഇത് എല്ലാറ്റിനെയും മനുഷ്യൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് തന്നെ ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാടതാണ്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് പ്രൈമറിലി ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിൽ ഇങ്ങനെ ഇത് രണ്ടും വേർതിരിഞ്ഞ് നിൽക്കുന്നില്ല, മനസ്സിലായില്ലേ? രണ്ടും പരസ്പര ബന്ധിതമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ് പറയുന്നത്. മണ്ണും ആത്മാവും കൂടി ചേർന്ന ആളാണ് മനുഷ്യൻ. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ആത്മാവ് സന്നിവേശിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മണ്ണും സോൾ ആൻഡ് സോയിൽ, കോമ്പിനേഷൻ ഓഫ് സോൾ ആൻഡ് സോയിൽ, ഇതാണ് മനുഷ്യനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു വിഭജനം സാധ്യമല്ല. പക്ഷെ പുറത്തുള്ള പല ആളുകളും ചില ട്രെൻഡുകളെ, ഇസ്ലാമിനകത്തുള്ള ചില ട്രെൻഡുകളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടെ ആയിരിക്കാം. ഇനി ആ ഒരു കോയിനേജ് ഇവിടെയുണ്ട്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഡിവിഷൻസ്, ഒരു
ഇസ്ലാമിക് കോസ്മോളജിയിൽ, ഇസ്ലാമിക ജ്ഞാനശാസ്ത്രത്തിൽ നിലനിൽക്കുന്നതോ അംഗീകരിക്കപ്പെടുന്നതോ കാര്യമല്ല. ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു സിനിമാ നടി നിഖില വിമലിൻ്റെ ഒരു പരാമർശം കണ്ണൂരിനെ കുറിച്ച് ഓർമ്മയുണ്ടല്ലോ ആ സംഭവം. അതായത് മലബാറിലെ വിവാഹ വേദികളിൽ 2 തരത്തിലാണ് ഭക്ഷണം കഴിക്കാൻ ഇരുത്തുന്നത്, അങ്ങനെ ഒരു വേർതിരിവുണ്ട് എന്ന് പറയുന്നത്. അതിന് ദാവൂദ് അതിന് മറുപടി പറഞ്ഞത് സെഗ്രിഗേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, വേർതിരിവും വിവേചനവും, അത് രണ്ടും രണ്ടാണെന്ന് സ്ഥാപിച്ചുള്ള മറുപടിയാണ്, വിശദീകരണമാണ് താങ്കൾ നൽകിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണോ ശരിക്കും? അല്ല, അതിപ്പോൾ സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക്, എനിക്ക് എൻ്റെ ഒരു പ്രൈവറ്റ് സെറ്റിങ്ങിലാണ് എനിക്ക് ഭക്ഷണം കഴിക്കേണ്ടത്, ആണുങ്ങളുടെ ഇടയിലിരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അതെന്താണ്, എന്ത് വിവേചനമാണ്, അത് പിന്നെ ആണധികാരമാണ് എന്ന് പറയാൻ നമുക്ക് എന്താ അധികാരം? അത് സ്ത്രീകൾ എടുത്തൊരു തീരുമാനമായിട്ടാണോ തോന്നുന്നത്? അല്ല, എന്തോ ആകട്ടെ, സ്ത്രീകൾ അങ്ങനെ തീരുമാനം എടുത്താൽ, ഇപ്പം എൻ്റെ വീട്ടിൽ വിവാഹം നടക്കുകയാണ്, ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീക്ക് അവർക്ക് എനിക്ക് ആണുങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് എൻ്റെ ഒരു പ്രൈവറ്റ് സെറ്റിങ്ങിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് ഭയങ്കര പ്രശ്നമാക്കേണ്ട കാര്യമാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ രീതിയിലാണോ അവിടെ ഒരു ആചാരം പോലെ, അല്ലെങ്കിൽ ഒരു പിന്തുടർന്ന് പോകുന്ന ഒരു രീതി പോലെ, ഒരു സംസ്കാരം പോലെ പോകുന്ന ഒരു കാര്യമാണ്, മുസ്ലിം സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതെ, അത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ലോകത്തെങ്ങുമുള്ള മുസ്ലിം സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശ്വാസത്തിൻ്റെ ആധികാരികമായ അതിപ്പോൾ സുന്നികളാകട്ടെ, മുജാഹിദുകളാകട്ടെ, ഷിയാക്കളാകട്ടെ, ഏത് ധാര എടുത്താലും അതിൻ്റെ ഭാഗമാണിത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് അയാളത് ചെയ്യും. അത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നിഖില വിമൽ നിശ്ചയമായിട്ടും പറയാൻ അവകാശമുണ്ട്. നിഖില വിമൽ അങ്ങനെയല്ലാതെ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നല്ലെന്നാണ് എൻ്റെ ഓർമ്മ. അവരതിനെ കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സെഗ്രിഗേഷൻ ഉണ്ട്. അതെ, അങ്ങനെ ഉണ്ട്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞത് എന്താണ്, സെഗ്രിഗേഷൻ ഉണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ രണ്ടാണോ? വിവേചനവും തമ്മിൽ അത് വിവേചനമാണ് ഒരാൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് വിവേചനം പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ എനിക്ക് അഭിപ്രായമില്ല. ബസ്സിലെ സീറ്റിങ്ങിൽ സെഗ്രിഗേഷൻ ഉണ്ട്, അത് വിവേചനമാണെന്ന് ആദ്യമൊക്കെ അഭിപ്രായമാണെങ്കിൽ പറയാം. എനിക്കങ്ങനെ അഭിപ്രായമില്ല. അത് സ്ത്രീകൾക്ക് കുറച്ചുകൂടി കംഫർട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു കല്യാണത്തിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വിവാഹത്തിന് വരുന്ന, സൽക്കാരത്തിന് വരുന്ന ആളുകളായിരിക്കും, അവർക്ക് ഇടകലർന്നല്ലാതെ ഭക്ഷണം കഴിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവരൊരു വിവേചനത്തിന് വിധേയമാവുകയാണ്. അവർ ആണധികാരത്തിൻ്റെ ചമ്മട്ടി പ്രഹരത്തിന് വിധേയമാവുകയാണ് എന്ന സിദ്ധാന്തം ഞാൻ പറയില്ല. എന്ന് വെച്ചിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വിവാഹത്തിനും ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനത്തെ വിവാഹത്തിന് പോകാൻ പാടില്ലെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഇങ്ങനൊരു കൾച്ചറൽ പ്രാക്ടീസ് ഒരു വിഭാഗം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് ആണധികാരത്തിൻ്റെ ചമ്മട്ടി പ്രഹരമേറ്റ് പിടയുന്ന മുസ്ലിം സ്ത്രീകൾ, അവരെ നമുക്ക് വിമോചിപ്പിക്കണം എന്ന ആധിയുമായി ആളുകൾ വരുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ വിമോചനത്തിൻ്റെ ഭാരം, മുസ്ലിം സ്ത്രീകളുടെ വിമോചനത്തിൻ്റെ ഭാരം മുമ്പ് ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ മൂന്നാം ലോക രാജ്യങ്ങളെ കോളനൈസ് ചെയ്ത ഘട്ടത്തിൽ ഈ വെള്ളക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അവരെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് മാൻസ് ബേർഡനാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കാരൻ്റെ ഭാരം. ഈ ഇന്ത്യയും ഇന്തോനേഷ്യയും അറബ് രാജ്യങ്ങളും ഇതൊക്കെ കോളനൈസ് ചെയ്യപ്പെട്ട അതിൻ്റെ ന്യായമായിട്ട് അവർ പറഞ്ഞത് അത് അവരെ പരിഷ്കരിക്കുക, അവരെ ശുദ്ധീകരിക്കുക, അവരെ പുരോഗമനകാരികളാക്കി മാറ്റുക. ആ ഒരു വൈറ്റ് മാൻസ് ബേർഡനാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലെഫ്റ്റ് മാൻ ബേർഡൻ ഇവിടെ ഉണ്ട്. മുസ്ലിം സ്ത്രീകളെ സമുദ്ധരിക്കുക, അവരെ വിമോചിപ്പിക്കുക. അവരിങ്ങനെ മുസ്ലിം പുരുഷൻ്റെ ആണധികാര പ്രഹരത്തിൽ പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൃമികീട ജീവിവർഗമാണ്. അതുകൊണ്ട് അവരെ വിമോചിപ്പിക്കേണ്ടത് ലെഫ്റ്റ് മാൻസ് ബേർഡനാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഈ നാട്ടിലുണ്ട്. ആ ബേർഡൻ അവർ പേറി നടന്നോട്ടെ എന്ന് എനിക്ക് അഭിപ്രായം.
ഓക്കെ, ഈ 2010 ലീഗിനെതിരെ താങ്കൾ ഒരു കുറേ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രസംഗിക്കേണ്ടായി. പല സാഹചര്യങ്ങൾ ഉണ്ടാവാം അതിന്. അന്നത്തെ സാഹചര്യം ഇന്നുണ്ടാവുന്ന ലീഗിന്റെ അവസ്ഥയായിരിക്കണമെന്നില്ല. ലീഗിനെതിരെ താങ്കൾ പലപ്പോഴും വിമർശനാത്മകമായി സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അത്തരത്തിൽ ലീഗിനെതിരെ എനിക്കൊന്ന് ആ സംസാരം ഏതാണ് അതിൽ റെഫർ ചെയ്ത് എനിക്കറിയില്ല. സംഘടനാ പ്രവർത്തനത്തിലുണ്ടായിരുന്ന കാലത്ത് ഞാനിപ്പോൾ സജീവ സംഘടനാ പ്രവർത്തനത്തിൽ ഇല്ലാത്ത ആളാണ്. സംഘടനാ പ്രവർത്തനത്തിലുണ്ടാകുന്ന കാലത്ത് ചിലപ്പം ചില അങ്ങനത്തെ എന്തെങ്കിലും ഒരു സന്ദർഭ കോണ്ടെക്സ്റ്റ് അതിനുണ്ടാവും, വിമർശിച്ചിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണല്ലോ, സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. ഇന്ന് ഞാൻ ആ സംഘടനാ പ്രവർത്തനത്തിൽ ഇല്ലാത്തൊരാളാണ്. അപ്പോൾ എനിക്ക് ഈ അന്നെന്താണ് ഏത് കോണ്ടെക്സ്റ്റ് എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. എനിവേ ലീഗിന് മാത്രമല്ല, ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ പല സന്ദർഭങ്ങളിൽ പലതരം സംഘടനാ വിമർശനങ്ങളുണ്ട്. അതെ, നിശിതമായി വിമർശിക്കാറുണ്ട്. മുൻകാലങ്ങളിലെ പ്രസംഗങ്ങളിലൊക്കെ അത് അങ്ങനെ തന്നെ കേൾക്കാറുമുണ്ട്. ഇന്നിപ്പോൾ കോൺഗ്രസിനൊപ്പം പോകുന്നു മീഡിയ മാധ്യമം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് വെച്ചാൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രതിപക്ഷ കക്ഷിയാണ്, ദേശീയ തലത്തിൽ ഭരിക്കുന്ന BJP ആണ്. അപ്പോൾ BJPയുടെ നയങ്ങളെ വിമർശനാത്മകമായിട്ട് സമീപിക്കുന്ന ഒരു ജനറൽ അപ്രോച്ച് മീഡിയ വണ്ണുണ്ട്. മീഡിയ വണ്ണം പോലത്തെ ഒരു പോളിസിയുള്ള സ്ഥാപനത്തിന് സ്വാഭാവികമായിട്ട് ഉണ്ടാവണം. കാരണം നമ്മുടെ ഭരണഘടനയെ തന്നെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഭരണകൂട സംവിധാനമാണ്. അതിനെ എതിരിട്ട് നിൽക്കുന്ന പാർട്ടിയാണ് ആര്? കോൺഗ്രസ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രൊമനൻസ് അവിടെ ഉണ്ടാവും. കേരളത്തിൻ്റെ കോൺഗ്രസ് വരുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം ഭരണത്തിലിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഒരു ഭരണകൂട വിമർശനം എന്നുള്ളത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ഭാവമായിട്ട് വരും. ഇനിയിപ്പോൾ അടുത്ത വർഷം 2026 കോൺഗ്രസ് അധികാരത്തിലേറുക എന്ന് വിചാരിക്കുക. ഈ പറയുന്ന വിമർശനങ്ങൾ എന്താണ്, ഇന്നെന്താണോ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ആളുകൾ ഉന്നയിക്കുന്നത് അത് കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തുടരുമെന്നാണ് വിശ്വസിക്കുന്നത്, അതോ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് വിശ്വസിക്കുന്നത്? എനിക്ക് ടു ഏർലി ടു കമൻറ്റ് ഓൺ ദാറ്റ്. ഒരു ജനറൽ ട്രെൻഡ് നോക്കുമ്പോൾ ഈ UDF വരാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ അതൊരു സൂക്ഷ്മമായൊരു അനാലിസിസ്, അതിൽ അങ്ങനെ ഒരു സൂക്ഷ്മമായ അനാലിസിസ് നടത്താനുള്ള സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ജനറൽ പെർസെപ്ഷൻ അങ്ങനെയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ചാനലിൻ്റെ ഒരു പൊളിറ്റിക്സും അല്ലെങ്കിൽ താങ്കൾ ഉന്നയിച്ച കുറേ പ്രസംഗങ്ങളും എഴുതിയ ലേഖനങ്ങളുടെ ഒക്കെ ഒരു മറുപടി എന്നോണമാണ് ഞാൻ താങ്കളെ വിളിച്ചത്. നമുക്ക് ചില കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിനെന്താണ് താങ്കൾ മറുപടി പറയുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവും. ആ ഒരു ക്യൂരിയോസിറ്റിയും അതിനോടൊപ്പം അതിനകത്തൊരു വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലുമാണ് താങ്കളെ വിളിച്ചത്. കുറേ നേരം വളരെ ക്ഷമയോടെ എന്നെ ഇങ്ങനെ കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്.